ഡോക്ടർ ബി ജയരാജ്, ഇന്ന് ശ്രീ സേനാപതി വേണു ഉണ്ട്. ഇതുവരെ സേനാപതി വേണുവായിരുന്നു, ഇനി മുതൽ സേനാപതി വേണു MLA ആണ്. ആദ്യം ശ്രീ സേനാപതി വേണു MLA, എങ്ങനെയാണ് ഇപ്പോൾ ഈ 2 മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ താങ്കൾ കാണുന്നത്? ഇത് കേരളം ആഗ്രഹിച്ച ഒന്നാണോ എന്നുള്ള കാര്യമാണ്. സേനാപതി വേണു. ജനങ്ങളൊരു ഭരണാധികാരിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ജനങ്ങളോടുള്ള സമീപനം, പൊതു രംഗത്തുള്ള പെരുമാറ്റം, ഇതൊക്കെ ആളുകൾ വിലയിരുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ പിണറായി വിജയനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഞ്ചാര രീതി. ഏതാണ്ട് 18 മുതൽ 31 വരെ വിവിധങ്ങളായ വാഹനങ്ങളാണ് അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അകമ്പടി വേണം വേണ്ട എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പൈലറ്റ് വാഹനം, അതിന് പിറകിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വാഹനം, ഇനി മെഡിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസോ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ അടങ്ങുന്ന ഒരു വാഹനമോ, ഇതാണ് പരമാവധി ഒരു ഭരണാധികാരിക്ക് വേണ്ടത്. ഇവിടെ ഒരു കോൺവോയ് മുഖ്യമന്ത്രിയുടെ പോകുന്ന കാണുമ്പോൾ ജനങ്ങൾക്ക് സത്യത്തിൽ ഉണ്ടാകുന്ന, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരുതരം മനം പുരട്ടലാണ്. ഇത് പട്ടാള ഭരണമോ അല്ലെങ്കിൽ ഏകാധിപതികളുടെ ഭരണമൊന്നുമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ്. അത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഇത്ര വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു പക്ഷേ മഞ്ജുഷ ഓർക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറന്നുപോയൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഒരു നേതൃനിരയെ സമൂലമായി ഉന്മൂലനം ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അത് ഛത്തീസ്ഗഡിലാണ്. അവിടെ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനും ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന ശ്രീ VC ശുക്ല, അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ശ്രീ മഹീന്ദ്ര കർമ്മ, അവിടുത്തെ PCC പ്രസിഡൻറ്റ്, ഇവരെല്ലാവരും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ വാഹനം ജാഥ മാവോയിസ്റ്റുകൾ ആക്രമിച്ച് ഈ മുഴുവൻ ആളുകളെ 27 നേതാക്കളെ ദേ ടോട്ടലി എലിമിനേറ്റഡ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഛത്തീസ്ഗഡിലാണ്. അവിടെ പോലും പിന്നീട് വന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗൽ സഞ്ചരിക്കുമ്പോൾ മുന്നിൽ പൈലറ്റ് വാഹനവും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാഹനവും പിറകിൽ ഒരു പോലീസ് വാഹനവും, ഇതായിരുന്നു അവിടെ പോലും ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, കമ്പാരിറ്റീവ്ലി പഴയ നക്സലൈറ്റ് ആക്രമണമൊക്കെ അതൊക്കെ 70കളിലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരിയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് നേരെ, അദ്ദേഹത്തിൻ്റെ ജീവന് നേരെ വെല്ലുവിളിയോ ഇങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും കേരളത്തിലില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഇട്ടാവട്ടം കേരളത്തിൽ ഈ 40-40ഓളം അല്ലെങ്കിൽ അതിനെടുത്ത ഈ വാഹനങ്ങളും അതിൽ കരിമ്പൂച്ചകളും എന്താ പറയുക നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന് തുല്യരായ ആളുകളെയും കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾക്കൊട്ടും സ്വീകാര്യം ആയിരുന്നില്ല എന്നുള്ളത് ധർമ്മടത്തുണ്ടായ ആ വോട്ടിങ്ങിൽ അദ്ദേഹത്തിനുണ്ടായ കുറവ്. ഇപ്പോൾ അങ്ങൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, 6 റൗണ്ട് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്രയോ പിറകിൽ നിന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി എത്രമാത്രം ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2, നമ്മൾ കണ്ടു ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാർട്ടി അനുയായി തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞത്? വീട്ടിൽ പോയി ചോദിക്കുക. നമ്മൾ കവലയിലൊക്കെ ആളുകൾ വലിയ ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു രീതി, അതൊരു ഭരണാധികാരിക്ക് ഒട്ടും ചേർന്നതല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൊതുവേദികളിൽ ആളുകൾ വന്ന് അദ്ദേഹത്തെ ചുറ്റി നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഇതൊക്കെ പലതും ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഭരണാധികാരി ആകുമ്പോൾ ജനങ്ങളുമായിട്ട് ഇടപഴകേണ്ട ഒന്നാണ്. അപ്പോൾ ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം അത് കൈമുതലാക്കി വെച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ആ നിലപാടിന് ജനങ്ങൾ കൊടുത്ത, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ മറ്റൊരു കാര്യം ശ്രീ സേനാപതി വേണു, ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ 6 മാസം ഏതൊരു സർക്കാരിനും ഒരു അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ, വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ സമയത്ത് എന്തും പറയാം, അത് മറ്റൊരു കാര്യമാണ് കേട്ടോ, അല്ലേ? അല്ല, ഞങ്ങൾക്കിപ്പോൾ ചിലർ ഞങ്ങൾക്ക് ആ ഹണിമൂൺ പീരീഡ് പോലും തരുന്നില്ല. കാരണം ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് സമരം നടത്തുന്നത് നമ്മൾ കണ്ടു. ബസ്സിൽ സൗജന്യ യാത്ര ഞങ്ങൾ പ്രഖ്യാപിച്ചില്ല എന്ന്. ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സമരം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഹണിമൂൺ പീരീഡോ അല്ലെങ്കിൽ ഇവർ തരുന്ന എന്തെങ്കിലും ഒരു ലീനിയൻസിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വരും ദിവസങ്ങളിലൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. ഡോക്ടർ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.